ബിസിനസ് റെഗുലേഷൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടാവും, കാണാത്തവർ ആ ക്ലാസ് കാണുക, എന്നിട്ട് അതിനെ കണ്ടിന്യൂഷൻ എടുക്കുന്നത്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് സെക്ഷൻ 10. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരിക്കുന്നത് കോൺട്രാക്റ്റ് ഡെഫിനിഷൻ ആൻഡ് ഫീച്ചേഴ്സ് എടുത്തു. ഇനി സെക്ഷൻ 10 ദാറ്റ് ഗീവ്സ് എ ഡീറ്റെയിൽഡ് ഡെഫിനിഷൻ ഓഫ് കോൺട്രാക്റ്റ്. പിന്നെ ഇത് പറഞ്ഞതിന് മുമ്പായിട്ട് ലോ വായിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരു ഫ്ലോയിൽ അങ്ങനെ വായിച്ച് പോകാൻ പറ്റില്ല. ഇതിൽ ഞാനിവിടെ ബോർഡിൽ ഇങ്ങനെ കോമിട്ട് കാണാം. ആ കോമിട്ടൊക്കെ ഒരു സ്ലൈറ്റ് ബ്രേക്ക് നടത്തിയിട്ട് വേണം വായിക്കാൻ, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. അപ്പോൾ എൻഫോഴ്സിബിലിറ്റി ആറ്റ് ലോ എന്താണെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ഇനി നമുക്ക് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചാൽ ഈ കൊല്ലം ചോദിക്കും, അടുത്ത കൊല്ലം ചോദിക്കും. ഇതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കില്ല. അപ്പോൾ വി ഷാൾ ഡു ഇറ്റ്. ആസ് പെർ സെക്ഷൻ 10 റീഡ്സ് ആസ് ഫോളോസ്: all agreements are contracts if they are made by the free consent of parties competent to contract for a lawful consideration and with a lawful object and not hereby declared to be void. നമുക്ക് ഒന്നുകൂടി വായിക്കാം. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്സ്. എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവും ഇഫ് കണ്ടീഷൻ പ്രൊവൈഡഡ് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദ ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് മീൻസ് അവരുടെ സമ്മതം വളരെ ഫ്രീ ആയിരിക്കണം, ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവരുത്. ഫ്രീ കൺസെൻറ്റ് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. അവർ കോൺട്രാക്റ്റിന് യോഗ്യരായിരിക്കണം. കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ് ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, അതൊരു ലോഫുൾ ആയിരിക്കണം. ലോഫുൾ കൺസിഡറേഷൻ ആൻഡ് വിത്ത് എ ലോഫുൾ ഓബ്ജക്റ്റ്. അതിൻ്റെ ഓബ്ജക്റ്റ് ഓബ്ജക്റ്റ് മീൻസ് എന്തിനാണോ കോൺട്രാക്ട് ചെയ്യുന്നത് അതാണ് ഓബ്ജക്റ്റ്. ആ ഓബ്ജക്റ്റ് ലോഫുൾ ആയിരിക്കണം. ആൻഡ് നോട്ട് ഹിയർ ബൈ ഡിക്ലെയർ ടു ബി വോയിഡ് എന്ന് പറഞ്ഞാൽ ചില എഗ്രിമെൻറ്റ് പ്രഥമ ദൃഷ്ടിയ വോയിഡായി പ്രഖ്യാപിക്കും, അതും ആയിരിക്കരുത്. ഇനി നമുക്ക് ഡെഫിനിഷനിൽ ഓരോ പോയിൻ്റ് വി ഷാൾ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽസ്. ഫസ്റ്റ് ഓഫ് ആൾ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓൾ എഗ്രിമെൻറ്റ്സ്. എഗ്രിമെൻറ്റിൽ ആദ്യം വേണ്ടത് ഓഫർ, എക്സെപ്റ്റൻസ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഒരു ഓഫർ വേണം, ഒരു പ്രപ്പോസൽ വേണം. ആ പ്രപ്പോസൽ കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യണം. ഓഫർ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ എക്സാമ്പിളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെയിൽ കോൺട്രാക്റ്റിൽ സെല്ലർ ഓഫേഴ്സ് ഫോർ എ പ്രൈസ്, ബയർ അക്സെപ്റ്റ്സ്. ഇനി എനി കോൺട്രാക്റ്റ്, എനി എഗ്രിമെൻറ്റ് ഒരു ഓഫർ ഉണ്ടാവും, ദാറ്റ് ഫോളോഡ് ബൈ അക്സെപ്റ്റൻസ്. ഇതൊക്കെ അടുത്ത ഓരോ ചാപ്റ്ററായി വിശദമായി പഠിക്കുന്നുണ്ട്, അവിടെ കൂടുതൽ പഠിക്കാം. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. പിന്നെ കഴിഞ്ഞാൽ അടുത്തത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ ഓബ്ജക്റ്റ് ഓഫ് ദി എഗ്രിമെൻറ്റ് ഈസ് ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. അതിൻ്റെ ഉദ്ദേശം എന്താവണം? ഒരു ലീഗൽ റിലേഷൻ, നിയമപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് നമുക്ക് മീൻ ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് സോഷ്യൽ റിലേഷൻ ഓർ ഡൊമസ്റ്റിക് റിലേഷൻ ആർ നോട്ട് എൻഫോഴ്സിബിൾ. അതായത് നമ്മളിപ്പോൾ ലീഗൽ റിലേഷൻ, ഒരു അധ്യാപകൻ നാളെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ലീഗൽ റിലേഷനാണ്. നേരെ മറിച്ച് നമ്മളൊരു ഇഫ് യു ഇൻവൈറ്റ് എ ഫ്രണ്ട് ഫോർ എ ഡിന്നർ, നാളെ എൻ്റെ വീട്ടിലേക്ക് വരണം, ഒരു ഡിന്നറിന് വരണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് എന്തില്ല, ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ. അതിനിവിടെ ഈ ലോ പഠിക്കുമ്പോൾ കുറച്ച് കേസ് സ്റ്റഡീസ് ഉണ്ട്. ആ പഠിക്കുന്നത് ബാൽഫോർ വേഴ്സസ് ബാൽഫോർ. ഈ കേസിൽ എന്തായിരിക്കുന്നത്? എ ഹസ്ബൻഡ് പ്രോമിസ്ഡ് വൈഫ് ടു പേ എ ഹൗസ് ഹോൾഡ് അലവൻസ് ഓഫ് 30 pounds പെർ മന്ത്. മാസാമാസം 30 പൗണ്ട് ഭാര്യയ്ക്ക് കൊടുക്കാമെന്ന് പ്രോമിസ്, ഹൗസ് ഹോൾഡ് അലവൻസ്. ആൻഡ് ലേറ്റർ ഷീ ഫയൽഡ് എ സ്യൂട്ട് ടു റിക്കവർ ദാറ്റ് എമൗണ്ട്. അത് കിട്ടാതിരുന്നപ്പോൾ അതിന് കേസ് കൊടുത്തു. കോർട്ട് ഒബ്സർവ്ഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് ലീഗൽ റിലേഷൻ, ദിസ് ഈസ് എ സോഷ്യൽ റിലേഷൻ. ഒരു ഭാര്യയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ, അപ്പോൾ ഞാൻ ഒരു ഹസ്ബൻഡ് മേ പ്രോമിസ് ടു വൈഫ് in the morning, in the evening I will come with a neer roast or a masala dosa or a biryani. Then husband willfully fails. That is not enforceable. That is simply domestic relation or social relation. That is not enforceable. അതാണ് ബാൽഫോർ വേഴ്സസ് ബാൽഫോർ കേസിൽ പറയുന്നത്. പിന്നെ കഴിഞ്ഞാൽ ലോഫുൾ കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അതതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ക്യൂട്ട് പ്രോക്കോ. ടെക്നിക്കലി കൺസിഡറേഷൻ മീൻസ്
Quid pro quo. Quid pro quo means something in return. Every contract, every agreement, every valid contract must be supported by a lawful consideration. Lawful consideration, that means something. Quid pro quo means something in return. നമുക്കൊരു റിട്ടേൺ വേണം, ഒരു പ്രതിഫലം വേണം. ഫോർ ഒരു റിട്ടേൺ ഇല്ലാതെ കൊടുത്താൽ അത് കൺസിഡറേഷൻ ആവില്ല, അപ്പോൾ ലോഫുൾ ആവില്ല. അപ്പോൾ ക്വിഡ് പ്രോ ക്വോ ലോഫുൾ കൺസിഡറേഷൻ. പക്ഷേ അവിടെ ലോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്, വേണ്ടത്ര ആവണമെന്നില്ല. സേ ഫോർ എക്സാമ്പിൾ, എ വാച്ച് ക്യാൻ ബി സോൾഡ് ഫോർ ₹1. ₹1 ഒരു വാച്ച് വിൽക്കാം, പ്രൊവൈഡഡ് പാർട്ടീസ് എഗ്രി. ചിലർക്ക് ഭയങ്കര എഗ്രിബിൾ ആണെങ്കിൽ വാച്ച് വിൽക്കാം. അപ്പോൾ ഇതിന് ഞാൻ ഒരു നേരത്തെ നടന്ന ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഫോർ BCom ഒരു കേസ് സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്. അന്ന് എ ഷിപ്പിംഗ് കമ്പനി അഡ്വർടൈസ്ഡ് ടു ഡിമോളിഷ് എ ഷിപ്പ് ഓഫ് ഇൻവൈറ്റഡ് ടെൻഡേഴ്സ്. ഈ കപ്പൽ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്തു. ആ ടെൻഡറിന് 1 person ഓഫേർഡ് ₹1. ₹1 ഓഫർ ചെയ്തു. No other offer. By closing the date, no other offer. Then the shipping company is compelled to give that for ₹1. It's a lakhs of rupees. മനസ്സിലായല്ലോ. കൺസിഡറേഷൻ നീഡ് നോട്ട് ബി ആഡിക്വേറ്റ്, വേണ്ടത്ര ആവണമെന്നില്ല. ഇനി കൺസിഡറേഷൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് ക്വിഡ് പ്രോ ക്വോ മീൻസ് സംതിങ് ഇൻ റിട്ടേൺ. അപ്പോൾ തന്നെ മീനിങ് മനസ്സിലാവും. സംതിങ് ഇൻ റിട്ടേൺ, ഒരു പ്രതിഫലം വേണമെന്നേ പറയുന്നുള്ളൂ, അത് ആഡിക്വേറ്റ് ആവണമെന്ന് പറയുന്നില്ല. പിന്നെ കോർട്ട് വോണ്ട് കൺസിഡർ ഇനാഡിക്വസി ഓഫ് കൺസിഡറേഷൻ ജനറലി കൺസിഡറേഷൻ അപര്യാപ്തത കോടതി പരിഗണിക്കുന്നില്ല. പിന്നെ പരിഗണിക്കുന്ന ഒരു കേസുണ്ട്, വേർ കൺസെൻറ്റ് വാസ് നോട്ട് ഫ്രീ. സമ്മതം ഫ്രീ അല്ലാത്തൊരു കേസാണെങ്കിൽ കോടതി എന്ത് ചെയ്യും? കൺസിഡറേഷൻ ഇന്നാഡിക്വസി പരിഗണിക്കും. ഇൻ ജനറൽ കേസ് കോർട്ട് വിൽ നോട്ട് കൺസിഡർ ഇന്നാഡിക്വസി ഓഫ് കൺസിഡറേഷൻ. അപ്പോൾ ലോഫുൾ കൺസിഡർ. ഇനി കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് ടു കോൺട്രാക്ട് മസ്റ്റ് ബി കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട് മീൻസ് അതിന് യോഗ്യത ഉണ്ടാവണം. അപ്പോൾ ലോ സ്റ്റേറ്റ്സ് ഹു ആർ കോമ്പീറ്റൻറ്റ്. നിയമം പറയേണ്ടത് ആരൊക്കെയാണ് കോമ്പീറ്റൻറ്റ്, ആരൊക്കെയാണ് ഇൻകോമ്പീറ്റൻറ്റ്. അതിൻ്റെ അതിൽ മൂന്ന് കാര്യങ്ങളാണ് കപ്പാസിറ്റിക്ക് പറയുന്നത്. എ പേഴ്സൺ അറ്റ് ദ ഏജ് ഓഫ് മെജോറിറ്റി, മേജർ ആയിരിക്കണം, അറ്റ് ദ ഏജ് ഓഫ് മെജോറിറ്റി ആൻഡ് ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. എന്നതാണ് മെജോറിറ്റി, അറ്റ് ദ ഏജ് ഓഫ് മെജോറിറ്റി, then sound mind, he is of sound mind and not disqualified by law. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണ്. ഇത് 3 ഇല്ലെങ്കിൽ ഹി ഈസ് നോട്ട് കോമ്പിറ്റൻറ്റ്, നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഇതിന് എന്താ വെച്ചാൽ ഞാൻ എക്സാമ്പിൾ പറയാം. ദാറ്റ് മെജോറിറ്റി മീൻസ് അണ്ടർ ഇന്ത്യൻ മെജോറിറ്റി ആക്ട് generally a person become a major on completing the age of 18, 18 വയസ്സ്. In special cases it may be extend to 21. പ്രത്യേക കേസിൽ അത് 21 ആവും. ഇത് വിശദമായിട്ട് നമുക്ക് ഇവിടെ പഠിക്കാം. കപ്പാസിറ്റി ഒരു ടോപ്പിക് ചാപ്റ്റർ പഠിക്കാണ്ട് അവിടെ പഠിക്കാം. അത് ഏജ് ഓഫ് മെജോറിറ്റി. ഇനി സൗണ്ട് മൈൻഡ്. എന്താണ് ഈ സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ? സൗണ്ട് മൈൻഡ് എന്ന് പറഞ്ഞാൽ the capacity to understand things and to form a rational judgment. കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് മനസ്സിലാക്കിയിട്ട് റിയാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് സൗണ്ട്നെസ് ഓഫ് മൈൻഡ്. അപ്പോൾ ഹി ഷുഡ് പൊസസ് സൗണ്ട്നെസ് ഓഫ് മൈൻഡ് ആൻഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. നിയമത്തിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവരുത് എന്ന്. അതായത് ഇതും വിശദമായി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിയമത്തിൽ ഡിസ്ക്വാളിഫിക്കേഷൻ ഇപ്പോഴത്തെ റീസെൻറ്റ് കേസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ ഈ കള്ളക്കടത്ത് കേസിൽ അറ്റാഷേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ദേ ഹാവ് സ്പെഷ്യൽ പ്രിവിലേജസ്. അവർക്ക് പ്രത്യേക പരിഗണന ഉണ്ട്. അതുകൊണ്ട് അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കുന്നത് അവർ സ്പെഷ്യൽ അംബാസിഡർ, ഹൈക്കമ്മീഷണർ, എംബസിയിലെ സ്റ്റാഫ്, ഇവർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ അവരൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഇതും വിശദമായി നമുക്ക് പഠിക്കാം. ഓർ എ കൺവിക്റ്റ് ഡ്യൂറിങ് സെൻറ്റൻസ് ഇസ് ഡിസ്ക്വാളിഫൈഡ്. ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് ഒരു പ്രതി ഡിസ്ക്വാളിഫൈഡാണ്. അല്ലെങ്കിൽ ഹി ഷുഡ് ബി പാർഡൻഡ്. അയാൾക്ക് മാപ്പ് കൊടുത്തിരിക്കണം, ഓർ പരോൾ കൊടുത്തിരിക്കണം. അതൊക്കെ പിന്നീട് വിശദമായി പഠിക്കാം. അപ്പോൾ ഈ 3 കണ്ടീഷൻസൊക്കെയാണ്
മെജോറിറ്റി സൗണ്ട് മൈൻഡ് ആൻഡ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ഇത് നമുക്ക് വിശദമായിട്ട് കപ്പാസിറ്റി പഠിക്കാം. ഇനി നെക്സ്റ്റ് ഇത് ഫ്രീ കൺസെൻറ്റ്. ദ കൺസെൻറ്റ് ഓഫ് ദ പാർട്ടീസ് മസ്റ്റ് ബി ഫ്രീ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചൊരു പോയിൻ്റ് ഉണ്ട്, കൺസെൻസസ് ആഡ് ഐഡം മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ഓർ എഗ്രിമെൻ്റ് ഓഫ് സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. ഒരേ കാര്യം ഒരേ സെൻസിൽ സമ്മതിക്കുക, അതാണ് കൺസെൻസസ് ആഡ് ഐഡം. സെയിം തിങ് ഇൻ ദ സെയിം സെൻസ്. വെൻ കൺസെൻറ്റ് ബിക്കം നോട്ട് ഫ്രീ. കൺസെൻറ്റ് എപ്പോഴാണ് ഫ്രീ ആവാതിരിക്കുക, എപ്പോഴാണ് ഫ്രീ ആവുക? കൺസെൻറ്റ് ഓഫ് പാർട്ടീസ് ഷാൾ ബിക്കം ഫ്രീ ഇഫ് ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേർഷൻ അണ്ടർ സെക്ഷൻ 15. കൊയേർഷൻ അണ്ടർ സെക്ഷൻ 15 ഇത് വിശദമായി പഠിക്കാം. പിന്നീട് കൊയേർഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഒരു ഭീഷണി എന്ന് ഉദ്ദേശിച്ചാൽ മതി. കൊയേർഷൻ ഇത് കഴിഞ്ഞാൽ അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അന്യായമായ സ്വാധീനം ചെലുത്തുക. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. സം റിലേഷൻ, ചില ബന്ധങ്ങളുണ്ട്, ദർ ഈസ് ചാൻസ് ഫോർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. പക്ഷെ അതായത് വരുന്ന ടോപ്പിക്കിൽ പഠിക്കാം. അന്യായമായ സ്വാധീനം ചെലുത്തുക. സേ ഇൻ ബിറ്റ്വീൻ മാസ്റ്റർ ആൻഡ് സർവൻറ്റ് ഓർ എ റിലീജിയസ് അഡ്വൈസർ ആൻഡ് ഡിസൈപ്പിൾ, ഒരു മതപുരോഹിതനും ശിഷ്യനും, ഇങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിലൊക്കെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് സാധ്യതയുണ്ട്. അപ്പോൾ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ഉണ്ടായാൽ കൺസെൻറ്റ് ഫ്രീ ആവില്ല. അന്യായമായ സ്വാധീനം ചേർത്ത് അതുണ്ടാവരുത്. കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്. പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ മീൻസ് എ റോങ് റെപ്രസെൻറ്റേഷൻ വിത്തൗട്ട് ഡെലിബറേറ്റ് ഇൻറ്റൻഷൻ ടു ഡിസീവ് എ പാർട്ടി. ഒരാളെ വഞ്ചിക്കണം എന്ന് ഉദ്ദേശമില്ലാണ്ട് തെറ്റായി റെപ്രസെൻ്റ് ചെയ്യുക, അതാണ് മിസ്റെപ്രസെൻറ്റേഷൻ. വിത്തൗട്ട് എൻ ഇന്നസെൻ്റ് മിസ്റെപ്രസെൻറ്റേഷൻ. ഇന്നസെൻ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇന്നസെൻ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. റോങ് റെപ്രസെൻറ്റേഷൻ, തെറ്റായ റെപ്രസെൻറ്റേഷൻ വിത്തൗട്ട് എനി ഡെലിബറേറ്റ് ഇൻറ്റൻഷൻ, ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതെ തെറ്റായിട്ട് പ്രവർത്തിക്കുക, അതാണ് മിസ്റെപ്രസെൻറ്റ്. ഇനി കഴിഞ്ഞാൽ ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരേ കാര്യമാണ്. പക്ഷേ ഫ്രോഡിൽ എന്താ വരുന്നത് വെച്ചാൽ വിത്ത് ഡെലിബറേറ്റ് ഇൻറ്റൻഷൻ ടു ഡിസീവ് എ പാർട്ടി, ഒരാളെ വഞ്ചിക്കണം എന്ന് ഉദ്ദേശിച്ച് കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് ഉണ്ടായാലും കൺസെൻറ്റ് ഫ്രീ ആവില്ല. ഫ്രോഡ്. പിന്നെ കഴിഞ്ഞാൽ അഞ്ചാമത്തെ മിസ്റ്റേക്ക്. ഈ മിസ്റ്റേക്ക് എന്താണ്? മിസ്റ്റേക്ക് മീൻസ് എറർ ഇൻ ബിലീഫ്, വിശ്വാസത്തിലെ പെശക്. അപ്പോൾ അപ്പോൾ റിഗാർഡിങ് മിസ്റ്റേക്ക് മേ ബി ഓഫ് 2 types. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ആൻഡ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് മീൻസ് വൺ പാർട്ടി മിസ്റ്റേക്ക്, ഒരാൾ മാത്രം മിസ്റ്റേക്കിലാവുക, മറ്റേ മിസ്റ്റേക്കിലല്ലാതിരിക്കുക. ബൈലാറ്ററൽ മിസ്റ്റേക്ക് മീൻസ് ബോത്ത് ഓഫ് ദി പാർട്ടീസ് ആർ അണ്ടർ എ മിസ്റ്റേക്ക്. 2 പേരും അറിയാണ്ട് കോൺട്രാക്റ്റ്, അതാണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. 2 പേരും അറിയാണ്ട് കോൺട്രാക്റ്റ് ചെയ്താൽ എന്തായി മാറും? കൺസെൻറ്റ് ഫ്രീ അല്ല. അപ്പോൾ കോൺട്രാക്റ്റ് ദാറ്റ് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ. അതാണ്. അപ്പോൾ ഈ 5 എണ്ണം ബാധിച്ചാൽ നമ്മളെ കൺസെൻറ്റ് ഫ്രീ. അപ്പോൾ ഇതൊക്കെയാണ് ദാറ്റ് കൊയേർഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, മിസ്റെപ്രസെൻറ്റേഷൻ, ഫ്രോഡ്, മിസ്റ്റേക്ക്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്കിലെ ആദ്യത്തെ 5 പോയിൻ്റ് പറഞ്ഞു. അടുത്ത കാര്യങ്ങൾ, അപ്പോൾ ഈ 5 പോയിൻ്റ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇത് ലോ, ഞാൻ ഒന്നും കൂടെ പറയാം, വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്, ലോ ഏത് ടോപ്പിക്ക് എടുത്താലും നിങ്ങൾ വായിക്കുന്നൊരു രീതിയുണ്ട്. മറ്റൊരു സബ്ജക്റ്റ് വായിക്കുമ്പോഴും ലോ വായിക്കരുത്. ഓരോ ക്ലോസും മനസ്സിൽ വെച്ചിട്ട് വേണം വായിക്കാൻ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്ട്സ്. എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവും ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ഫ്രീ കൺസെൻറ്റ് ഓഫ് പാർട്ടീസ്. എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആവും എന്നല്ല അതിൻ്റെ അർത്ഥം മനസ്സിൽ പിടിച്ചിട്ട് വേണം അടുത്തത് വായിക്കാൻ. അല്ലെങ്കിൽ എന്താവും, അങ്ങനെ വായിച്ചു പോവും, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇനി ഈ കോമിറ്റൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലോയ്ക്കൊക്കെ ഓരോ വാക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു വാക്ക് തെറ്റിയാൽ ലോ തെറ്റും. അപ്പോൾ കോടതിയിലൊക്കെ പോയാൽ ഒരു വാക്കിൻ്റെ പെശകനാണ് ചിലപ്പോൾ നമുക്ക് തെറ്റുണ്ടാവുക. അപ്പോൾ ഇത് ഞാൻ 5 പോയിൻ്റ് പറഞ്ഞു. അടുത്ത 5 പോയിൻ്റ് അടുത്ത ക്ലാസ്സിലെടുക്കാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും
വിടാം. ഇനി ഇത് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്ലാസ് കാണാത്തവരത് കാണുക, കണ്ടിട്ട് മൂന്നാമത്തെ ക്ലാസ് കാണുക, അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നൗ ഐ ആം സ്റ്റോപ്പിംഗ്.